എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇറാനെ എതിർക്കുന്നത്? ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമല്ലേ? എന്നിട്ടും അവരെല്ലാവരും എന്താണ് ഒരുമിച്ച് ചേർന്ന് അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെ എതിർക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് പോകണം. എന്തായാലും താന്ത്രിക ബുദ്ധമതം തൊട്ട് നമുക്ക് തുടങ്ങാം. നല്ല സ്കിൽ ഉള്ള ആശാരിക്ക് സ്വന്തം നാട്ടിൽ പണിയില്ല, മറ്റു നാടുകളിലാണ് പേര് എന്നൊക്കെ നമ്മൾ നാട്ടുകാർ പറയാറില്ലേ? ആ ദുര്യോഗം ഉള്ളൊരു മതമായിരുന്നു ബുദ്ധമതം. അത് ഹിമാലയം കടന്നുപോയി ചൈനയിലും മറ്റും അനുയായികളെ ഉണ്ടാക്കി. ഇന്ത്യയിലോ നാമമാത്രമായി. ടിബറ്റിലും ചൈനയിലും ബുദ്ധമാർഗം പിന്തുടർന്ന ചിലരാണ് അതിൽ നിന്നും, അതായത് ബുദ്ധമതത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് അതിനെ താന്ത്രിക ബുദ്ധമതം എന്ന ഒരു സംഭവമാക്കി മാറ്റിയത്. താന്ത്രിക ബുദ്ധമതത്തിൽ പുരാതന ദേവനായ ശിവനെ ആൾട്രേഷൻ നടത്തിയാണ് ആരാധിക്കുന്നത്. ശിവൻ്റെ പോലെ കഴുത്തിൽ തലയോട്ടികൾ കോർത്തിട്ട മാലയുമായി ഒരു രൂപം ക്രൗര്യഭാവത്തിൽ നിൽക്കുകയാണ്. മഹാകാലൻ എന്ന ഒരു ഉഗ്രമൂർത്തി. അതിനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാണ് മന്ത്രങ്ങളും ജപവും ധ്യാനവും യോഗവും ആവാഹനവും ഒക്കെ നടക്കുന്നത്. മംഗോളിയയിലെ പുപ്പിരിയായിരുന്ന ചെങ്കിസ് പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ഖുലാഖു ഖാന് ഈ മന്ത്രവാദം വലിയ ഇഷ്ടമായി, ശിബോധിച്ചു. മഹാകാലനെ കണ്ടപ്പോൾ അതിലും ഇഷ്ടമായി. പുള്ളി നേരെ താന്ത്രിക മതം സ്വീകരിച്ചു. എന്നാൽ ഖുലാഖു ഖാൻ്റെ മുത്തച്ഛനായ ചെങ്കിസ് ഖാൻ ഇമാതിരി ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുദ്ധനും ക്രിസ്തുവും മുഹമ്മദും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ മനുഷ്യർ എന്തിലൊക്കെയാണോ വിശ്വസിച്ചിരുന്നത് അതിലൊക്കെ തന്നെയാണ് ചെങ്കിസ് ഖാനും വിശ്വസിച്ചിരുന്നത്. ടെങ്ക്രി എന്ന ഒരു ആകാശദേവനുണ്ട്. മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഷാമന്മാരുണ്ട്. പ്രകൃതി, പർവ്വതങ്ങൾ, നദികൾ, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ വിശ്വാസലോകം. ഇതിന് ടെൻഗ്രിസം എന്നാണ് അവിടെ പറയുന്നത്. ചെങ്കിസ് ഖാൻ കുറേ രാജ്യങ്ങൾ കീഴടങ്ങിയെങ്കിലും അവിടെയുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കാൻ പോയില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മംഗോളിയയിൽ തന്നെ ഒരുപാട് ദൈവങ്ങളുണ്ട്, ദൈവസങ്കല്പങ്ങളുണ്ട്. അതുപോലെയുള്ള 2 പേർ മാത്രമാണ് ക്രിസ്തുവും മുഹമ്മദും. ആര് എന്തിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല. എന്നാൽ വാളെടുത്ത് എതിർക്കാൻ വന്നാലുണ്ടല്ലോ, വ്യക്തിയാണെങ്കിൽ തല കഴുത്തിൽ കാണില്ല, ഒരു നഗരമാണെങ്കിൽ മൊത്തം ചുട്ടരിച്ച് കളയും. ഇതാണ് പുള്ളിയുടെ പോളിസി. ഈ മംഗോളിയയിലെ ചെങ്കിസ് ഖാന്മാരുടെ ഡെയിലി പണി എന്താണെന്ന് ചോദിച്ചാൽ, അവർ കാലത്തേറ്റാൽ കുതിരയുമായി പുറത്തേക്ക് ഇറങ്ങും. കൂടെയുള്ള അതിവേഗ കുതിരപ്പടയുമൊത്ത് ഏതെങ്കിലും രാജ്യത്ത് ആക്രമിക്കും, കീഴടക്കും. ഖുലാഖു ഖാൻ അങ്ങനെ ഒരു ദിവസം പോയി 1258 ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായ ബാഗ്ദാദ് ആക്രമിച്ചു. അന്ന് ഇസ്ലാമിൻ്റെ ഖലീഫയെ അബ്ബാസിദ് ഖലീഫമാർ എന്നാണ് പറയുക. അതായത് പ്രവാചകൻ മുഹമ്മദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അബ്ബാസ്, അദ്ദേഹത്തിൻ്റെ പരമ്പര, അതാണ് ഈ അബ്ബാസിദ് ഖലീഫകൾ. മംഗോൾസിന് എന്ത് ഖലീഫ, ഏത് ഖലീഫ, എന്ത് അബ്ബാസ്? എതിരാളിക്ക് കഴുത്തിൽ തലയുണ്ടെങ്കിൽ അവർ വെട്ടിയിരിക്കും. അന്നത്തെ ഖലീഫ മുസ്താസിം എന്ന പേരുള്ള ഒരാളായിരുന്നു. അങ്ങേര് മുസ്ലിങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് എന്ന കാര്യമൊന്നും ഖുലാഖു ഖാൻ അറിയില്ല. ജയ് മഹാകാലൻ എന്ന് അലറി പുള്ളി ഖലീഫയുടെ തലവെട്ടി താഴെയിട്ടു. പിന്നെ നഗരം കീഴടക്കി. വലിയ നാശപ്രവർത്തികളും കൂട്ടക്കൊലകളും നടന്നു. ഇതാണ് താന്ത്രിക ബുദ്ധമതത്തിൻ്റെ മുന്നിൽ ഇസ്ലാം ഒതുങ്ങിയ കഥ. ഇതൊരു നിസ്സാര കാര്യമല്ല. ഖലീഫയുടെ മരണത്തോടെ ബാഗ്ദാദിലെ അബ്ബാസി ഖിലാഫത്ത് അവസാനിച്ചു. ഖുലാഖു ഖാൻ്റെ ഇൽഖനേറ്റാണ് പിന്നെ പേർഷ്യയിൽ അരങ്ങേറിയത്. ഇന്നത്തെ ഇറാൻ, ഇറാഖിൻ്റെ വലിയ ഭാഗം, അസർബൈജാൻ, അർമേനിയ, കിഴക്കൻ തുർക്കിയുടെ ചില ഭാഗങ്ങൾ, ഇതൊക്കെ ഈ ഇൽഖനേറ്റിൽ വരും. ഖുലാഖു ഖാന് താന്ത്രിക് ബുദ്ധമതത്തിൽ ആയിരുന്നല്ലോ കമ്പം. നമ്മൾ പറഞ്ഞല്ലോ, കഴുത്തിൽ തലയോട്ടികൾ കോർത്തിട്ട മഹാകാലനാണ് പുള്ളിയുടെ മൂർത്തി. പുള്ളി ആ മഹാകാലനെ പേർഷ്യൻ കൊട്ടാരത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. പുള്ളി കൊട്ടാരത്തിൽ ജോലിക്ക് ഉദ്യോഗസ്ഥരെ വെച്ചത് മതം നോക്കിയല്ല. ഖലീഫയുടെ കാലത്തുള്ള ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ പിന്നെയും അവിടെ ഉദ്യോഗസ്ഥരായി തുടർന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പണി മംഗോളുകൾക്കുണ്ടായിരുന്നില്ല. കീഴടക്കുന്ന നാട്ടിലെ ജനങ്ങളുടെ മതം അവർക്കൊരു പ്രശ്നമേയല്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എതിർക്കാൻ വന്നാൽ തട്ടും, അത്രയ്ക്കേ ഉള്ളൂ. അതേസമയം മുസ്ലിങ്ങളായ ഉദ്യോഗസ്ഥർക്കും പുതിയ വിഗ്രഹം ഒരു പ്രശ്നമായി തോന്നിയില്ല. കാരണം പേർഷ്യയിലുണ്ടായിരുന്ന ഇസ്ലാം ഒരു സ്പെഷ്യൽ സാധനമായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കാൻ പാകത്തിൽ ഓട്ടകളുള്ള തുളവീണ ഒരു ഇസ്ലാം. അതിൻ്റെ തെളിവായിരുന്നു അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചം. ഖുലാഖു ഖാൻ അധികാരം പിടിക്കുന്ന കാലത്തുള്ള പേർഷ്യയെ ഇന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക് ഗോൾഡ് ഏജ് എന്നാണ്. ഇസ്ലാമിൻ്റെ സുവർണയുഗം. അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം എന്നത് ഒരു പേർഷ്യൻ മാതൃകയാണ്. അതിൻ്റെ കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പറയാൻ നമ്മൾ പ്രവാചകൻ മുഹമ്മദിലേക്ക് പോകണം. പ്രവാചകൻ മുഹമ്മദ് അറേബ്യയിൽ ഭരണം സ്ഥാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഈ പേർഷ്യ സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. മുഹമ്മദ് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടിയ വെളിപാടുകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നതൊക്കെ ശരി തന്നെയെങ്കിലും അവർ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി
മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിക്കുക എന്നതായിരുന്നു. മുഹമ്മദ് മരിച്ച ശേഷം അവർ യഥമാന്തി 19 വർഷം കൊണ്ട് AD 651 തന്നെ പേർഷ്യയിലെ സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ കഥ കഴിച്ചു. പേർഷ്യക്കാരെല്ലാം വിശ്വസിച്ചിരുന്നത് സ്വരാഷ്ട്രീയ എന്ന മതത്തിലായിരുന്നു. അതും ഒരു ഏകദൈവ വിശ്വാസം തന്നെയായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അഗ്നിക്ഷേത്രങ്ങൾ. മുസ്ലിങ്ങൾ പേർഷ്യൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ജനങ്ങളോട് മതം മാറാൻ പറഞ്ഞു. കുറേ പേർഷ്യക്കാർ നിവൃത്തിയില്ലാതെ ഇസ്ലാമായി. ബാക്കി കുറേ പേർ അധിക നികുതി കൊടുത്ത് പഴയ മതം നിലനിർത്തി പോന്നു. ചിലർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഗുജറാത്ത് കടപ്പുറത്തെത്തിയ ടീമാണ് ടാറ്റയുടെയും ബിർളയുടെയും കുടുംബക്കാർ. ചുരുക്കി പറഞ്ഞാൽ പേർഷ്യയിലെ അധികം പേരും ഇസ്ലാമായി മതം മാറി എന്ന് അഭിനയിച്ചു എന്നേ ഉള്ളൂ. ഉള്ളിൽ അവർ പേർഷ്യക്കാരായി തുടരുകയായിരുന്നു. മുഹമ്മദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അബൂബക്കറാണ് പേർഷ്യയെ കീഴടക്കുന്ന പണി തുടങ്ങിയത്. പുള്ളി മരിച്ചപ്പോൾ ഖലീഫ ഉമർ പേർഷ്യയുടെ കുറേ കൂടി ഭാഗങ്ങൾ കീഴടക്കി. അതിനുള്ള ശിക്ഷ അപ്പോൾ തന്നെ ഒരു പേർഷ്യക്കാരൻ കൊടുത്തു. പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഉമറിനെ ഒരു പേർഷ്യക്കാരൻ വിഷം പുരട്ടിയ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. ഉമറിന് ശേഷം ഉസ്മാൻ ഖലീഫയായി. തുടർന്ന് പേർഷ്യ മൊത്തം ഇസ്ലാമിന് കീഴടങ്ങി. ഉസ്മാനെ കൊല്ലാൻ പേർഷ്യക്കാരുടെ ആവശ്യം വേണ്ടി വന്നില്ല. ഇസ്ലാമിക സാമ്രാജ്യത്തിലെ വിമത മുസ്ലിങ്ങൾ തന്നെ പുള്ളിയെ കാച്ചി. വീട് വളഞ്ഞ് പട്ടിണിക്കിട്ട് അവസാനം ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തലയ്ക്ക് വെട്ടിയത്. ഉസ്മാൻ്റെ ചോര വീണ് ഖുർആൻ ചുവന്നു എന്നാണ് പലരും എഴുതിയിട്ടുള്ളത്. ഉസ്മാൻ കൊല്ലപ്പെട്ടതിന് ശേഷം അലി ഖലീഫയായി. മുഹമ്മദിൻ്റെ പ്രിയ പുത്രി ഫാത്തിമയുടെ ഭർത്താവായിരുന്നു അലി. ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിച്ചില്ല എന്ന പേരും പറഞ്ഞ് മുവാവിയ എന്ന ഒരു ഖുറൈശി ഗോത്രക്കാരൻ അലിയുമായി ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടു. മുവായിയുടെ ഭാഗ്യം കൊണ്ട് ഇബൻ മുൽമിം എന്ന ഒരു ആൾ അലിയെ കൊന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. തുടർന്നാണ് മുആവിയ മുസ്ലിങ്ങളുടെ ഖലീഫയായി മാറുന്നത്. മുആവിയ അധികം റിസ്ക് എടുക്കുന്ന ആളൊന്നല്ലായിരുന്നു. പുള്ളി ചാവാറായപ്പോൾ പുള്ളിയുടെ മകനെ പിടിച്ച് ഖലീഫയാക്കി. അവരുടെ കുടുംബപ്പേരായ ഉമ്മായിദ് എന്ന പേരും സ്വീകരിച്ചു. ഉമ്മായിദ് ഖലീഫമാർ എന്ന് ആ പരമ്പര അറിയപ്പെട്ടു. ഈ കുടുംബ ഭരണത്തെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഖലീഫ സ്ഥാനം മുആവിയുടെ കുടുംബ സ്വത്തല്ല എന്ന് തന്നെ അവർ കരുതി. മുഹമ്മദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കണം ഖലീഫ ആകേണ്ടത് എന്നവർ ആഗ്രഹിച്ചു. മുഹമ്മദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അബ്ബാസിൻ്റെ വംശജർ ആയിരുന്നു ആ ആശയം പിൻപറ്റി ചില രഹസ്യ നീക്കങ്ങൾ നടത്തിയത്. അബ്ബാസിൻ്റെ വംശജരെയാണ് അബ്ബാസികൾ എന്ന് പറയുന്നത്. ആ സമയത്ത് അബ്ബാസികളുടെ ഭാഗ്യത്തിന് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉമ്മായിദ് ഖലീഫമാർക്ക് നേരെ അതൃപ്തി ഉണ്ടായി. ഖുറാസാനിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. എവിടെയാണ് ഈ ഖുറാസാൻ? ഇന്നത്തെ വടക്ക് കിഴക്കൻ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങൾ, തുർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഖുറാസാൻ. ആ പ്രദേശത്തുള്ളവരുടെ ഒരു മൈൻഡ് സെറ്റ് കേന്ദ്രം സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു എന്നതായിരുന്നു. ഉമ്മൈദ് ഭരണത്തിൽ അറേബ്യയിലെ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. മതം മാറിയ മുസ്ലിങ്ങൾക്ക് തുല്യ പരിഗണന നൽകുന്നില്ല. അവരിൽ നിന്ന് ഇപ്പോഴും ജിസിയ പിരിക്കുന്നു. ഇതോടൊപ്പം പേർഷ്യക്കാരുടെ സ്വാഭിമാനവും കൂടിച്ചേർന്നു. സ്വന്തം സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനം പുലർത്തുന്നവർക്ക് അടിമത്തം സഹിക്കില്ല എന്നൊരു കുഴപ്പമുണ്ട്. പേരിന് മുസ്ലിം ആയാലൊന്നും ആ കുഴപ്പം മാറാൻ പോകുന്നില്ല. അബ്ബാസികൾ ഈ ഏരിയ കുളം നന്നായി കലക്കാൻ ആരംഭിച്ചു. അവിടെ അവരുടെ രഹസ്യ പ്രവർത്തനങ്ങൾ നടന്നു. ഖുറാസാൻ പ്രദേശത്ത് അബു മുസ്ലിം എന്നൊരു പേർഷ്യൻ അഭിമാനി ഉണ്ടായിരുന്നു. അവൻ ഖുറാസാനിലെ വിവിധ ഗോത്രങ്ങളുമായും പേർഷ്യൻ മുസ്ലിങ്ങളുമായും ബന്ധം സ്ഥാപിച്ച് വൻ ജനപ്രീതി നേടിയ ഒരു സേനയും ഉണ്ടാക്കി. ഈ കക്ഷിയെ അബ്ബാസികൾ വളരെ പ്ലാൻഡായി അങ്ങോട്ടേക്ക് അയച്ചതാണ് എന്നും പറയുന്നുണ്ട്. യഥാർത്ഥ കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളി ഖുറാസാൻകാരുടെ പ്രിയപ്പെട്ട നേതാവായി. അവിടെ ഉണ്ടായിരുന്ന അറബികളും പേർഷ്യക്കാരും ഉൾപ്പെടെയുള്ള ഉമ്മയ്യദ് വിരുദ്ധ ശക്തികളെ അദ്ദേഹം ഒരുമിപ്പിച്ചു. AD 747 അവിടെ ഒരു കറുത്ത പതാക പാറി. വൈകുന്നേരമായി ചുരുട്ടി വയ്ക്കാൻ വേണ്ടി പറത്തിയ പതാക ആയിരുന്നില്ല അത്. ഉമ്മയ്യദ് ഭരണത്തിനെതിരെ തുറന്ന കലാപത്തിൻ്റെ തുടക്കമായിരുന്നു അത്. തുടർന്ന് അബു മുസ്ലിമിൻ്റെ സൈന്യം ഖുറാസാനിലെ പ്രധാന നഗരങ്ങൾ ഒന്നൊന്നായി പിടിച്ചെടുക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ പോലെ തന്നെ സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ അവിടെയും ഗവർണർ ഉണ്ടായിരുന്നു. ഉമ്മയ്യദ് ഖലീഫയുടെ ഗവർണർ നസർ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് തല രക്ഷപ്പെടുത്താൻ മുങ്ങി. പിന്നീട് അബു മുസ്ലിമിൻ്റെ സൈന്യം ഇറാനിലൂടെയും ഇറാഖിലൂടെയും മുന്നേറി. AD 750 അവസാനത്തെ യുദ്ധം നടന്നു. സാബ് നദിയിൽ നടന്ന യുദ്ധത്തിൽ ഉമ്മയ്യദ് ഖലീഫ മാർവാർ II പരാജയപ്പെട്ടു. ഇതോടെ ഉമ്മയ്യദ് ഖിലാഫത്തിൻ്റെ ഭരണം അവസാനിച്ചു. അങ്ങനെ അബു മുസ്ലിമിൻ്റെ സഹായത്തോടെ അബ്ബാസിദ് ഖിലാഫത്ത് ആരംഭിച്ചു. അബു അബ്ബാസ് അൽ സഫത്ത് ആദ്യത്തെ അബ്ബാസിദ് ഖലീഫയായി. അതേസമയം അബു മുസ്ലിം
ഖുറാസനിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി തുടർന്നു. ഇതൊക്കെ നടക്കുന്നത് മുഹമ്മദ് മയ്യത്തായി 120 വർഷങ്ങൾക്ക് ഉള്ളിലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. അബ്ബാസികൾ ഖലീഫ ആയപ്പോൾ അറബികളുടെ മതപരമായ കടുംപിടുത്തം ഉപേക്ഷിച്ചു. ഇസ്ലാമിൽ ആദ്യമായി കാറ്റും വെളിച്ചവും കടന്നു. എന്തുകൊണ്ടെന്നാൽ അവരെ ഖലീഫ ആക്കിയത് ഖുറാസാൻ പ്രദേശത്തുള്ള ആളുകളുടെ പിന്തുണയായിരുന്നു. ഖുറാസാൻകാർ അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ അതിയായി അഭിമാനിക്കുന്നവരും അതിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരുന്നു. അവരുടെ ആ സ്വാഭിമാനമാണ് ഉമ്മായിദ് ഖലീഫമാരുടെ കഥ കഴിച്ചത് എന്ന കാര്യം ഈ അബ്ബാസിദ് ഖലീഫമാർക്ക് അറിയാമായിരുന്നു. അവർ ഇസ്ലാമിൻ്റെ കടുംപിടുത്തം ഉപേക്ഷിച്ച് പേർഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ കടുംപിടുത്തം ഇനി അധികം വേണ്ട എന്ന് തീരുമാനിച്ചു. അതോടെ പേർഷ്യയിൽ അറിവും വിജ്ഞാനവും വളരാനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അബ്ബാസി ഖലീഫുകൾ അധികാരത്തിലേറിയ AD 750 തന്നെ ഇസ്ലാമിൻ്റെ സുവർണകാലം തുടങ്ങി. AD 754 രണ്ടാമത്തെ ഖലീഫ അധികാരത്തിൽ വന്നു, അൽ മൻസൂർ. പുള്ളിയാണ് ബാഗ്ദാദ് ആസ്ഥാനമാക്കി പേർഷ്യയെ വികസിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഒരു വലിയ കൊലച്ചതി അൽ മൻസൂർ ചെയ്തു. അബൂ മുസ്ലിമിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി വെട്ടിക്കൊന്നു. സ്വന്തം കുടുംബത്തിന് ഖലീഫ സ്ഥാനം തളികയിൽ വെച്ച് നീട്ടിയ ഒരു സഹായിയെ എന്തുകൊണ്ട് ആ ഖലീഫ ചതിച്ചു? അബൂ മുസ്ലിമിന് ഖുറാസാൻ പ്രദേശത്ത് ഖലീഫയേക്കാൾ സ്വാധീനമുണ്ടായിരുന്നു. സൈന്യവും ജനപിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ അൽ മൻസൂറിന് ഒരു സംശയം, ഇയാൾ ഒരു നാൾ തൻ്റെ ഖലീഫ സ്ഥാനം കൈക്കലാക്കുമോ? അൽ മൻസൂർ സൗഹൃദത്തിൻ്റെ ഭാവം സൃഷ്ടിച്ച് അബൂ മുസ്ലിമിന് ഒരു കത്ത് കൊടുത്തയച്ചു. നല്ല ബിരിയാണി കഴിക്കാൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. പലരും പോകല്ലേ പോകല്ലേ എന്ന് പുള്ളിയെ ഉപദേശിച്ചെങ്കിലും അബൂ മുസ്ലിമിന് ഖലീഫയെ ഭയങ്കര വിശ്വാസമായിരുന്നു. താൻ സഹായിച്ച ആൾ തന്നെ ചതിക്കില്ല എന്ന് അബൂ മുസ്ലിം ഉറച്ചു വിശ്വസിച്ചു കൊട്ടാരത്തിൽ പോയി. കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിലെ ആകർഷകങ്ങളായ തിരശ്ശീലകൾ, അതിൻ്റെ പിറകിൽ ആയുധധാരികളായ കാവൽക്കാർ ഒളിഞ്ഞിരുന്നു. ഖലീഫയുമൊത്ത് സൗഹൃദം പുതുക്കി 2 സ്മാൾ അടിച്ച് ബിരിയാണിയും കഴിച്ച് വരാമെന്ന് കരുതിയ അബൂ മുസ്ലിമിനെ ആ കാവൽക്കാർ നിഷ്കരണം വെട്ടിക്കൊന്നു. അക്കാലത്ത് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അബൂ മുസ്ലിമിൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ തീർച്ചയായും കുറച്ച് കലാപങ്ങൾ അവിടെ ഉണ്ടായി എങ്കിലും എല്ലാം അടിച്ചമർത്തപ്പെട്ടു. എന്നാൽ ലോകത്തിന് വേണ്ട ഒരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു അബൂ മുസ്ലിമിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ. ഇസ്ലാമിന് ലോകം ഭരിക്കണമെങ്കിൽ മറ്റ് സംസ്കാരങ്ങളെ കൂടി അംഗീകരിക്കണം എന്നൊരു ശക്തമായ മെസ്സേജ് അയാളിൽ നിന്നും ഈ പുതിയ ഖലീഫമാർക്ക് കിട്ടിയിരുന്നു. അതാണ് ഇസ്ലാമിക സുവർണകാലത്തിന് തുടക്കം കുറിച്ചത്. AD 786 ഹറൂൺ അൽ റഷീദ് ഖലീഫയായതോടെ കലയും വിജ്ഞാനവും പൊന്നോണ പുലരിയായി പരിലസിച്ചു. സാമ്രാജ്യം സമ്പന്നവും ശക്തവുമായി. പണ്ഡിതന്മാർക്കും കവികൾക്കും വൈദ്യന്മാർക്കും ഗണിതശാസ്ത്രജ്ഞർക്കും അദ്ദേഹം വലിയ പിന്തുണ നൽകി. ബാഗ്ദാദ് ലോകത്തിലെ പ്രധാന വിജ്ഞാന കേന്ദ്രമായും വളർന്നു പന്തലിച്ചു. കച്ചവടം പൊടിപൊടിച്ചു. ഏതൊക്കെ മേഖലകളിലാണ് സുവർണ ശോഭ പ്രസരിച്ചത് എന്നുകൂടി നോക്കാം. AD 780 പേർഷ്യയിൽ ജനിച്ച അൽ ഖവരസ്മി, അദ്ദേഹമാണ് ഗണിതത്തിലെ അൽജിബ്രയുടെ തുടക്കക്കാരൻ. 1 മുതൽ 0 വരെയുള്ള ഇന്ത്യക്കാരുടെ അക്കങ്ങൾ, അത് ഇന്ത്യക്കാരുടേതാണെന്ന് ലോകം അറിഞ്ഞത് അദ്ദേഹത്തിലൂടെയാണ്. അൽഗൊരിതം എന്ന് ഇന്ന് ഒരാൾ പറയുമ്പോൾ അയാൾ ഉച്ചരിക്കുന്നത് അൽ ഖവരസ്മി എന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ആധുനിക ശാസ്ത്രം ഇന്ന് അൽഗൊരിതം എന്ന പേര് ഇട്ടത്. ഇദ്ദേഹത്തെ കൂടാതെ രസതന്ത്രജ്ഞനായ ഇബൻ ജബീർ, വൈദ്യശാസ്ത്രജ്ഞനായ ഇബൻ സിന, പ്രകാശശാസ്ത്രത്തിൻ്റെ പിതാവായി പരിഗണിക്കപ്പെടുന്ന ഇബൻ ഹൈവം, ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ഭൂമിശാസ്ത്രജ്ഞനുമായിരുന്ന അൽ ബറൂണി, ഇവരൊക്കെ ഇസ്ലാമിലെ സുവർണകാലത്തെ നിശ്ചയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൗസ് ഓഫ് വിസ്ഡമാണ്. ബാഗ്ദാദിലുള്ള ലോകപ്രശസ്തമായ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു അത്. ഒരു ലൈബ്രറി, വിവർത്തന കേന്ദ്രം, ഗവേഷണ സ്ഥാപനം, പണ്ഡിതരുടെ അക്കാദമി, ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു സെറ്റപ്പായിരുന്നു ഈ ഹൗസ് ഓഫ് വിസ്ഡം. എന്തൊക്കെയാണ് ആ ഹൗസ് ഓഫ് വിസ്ഡത്തിൽ നടന്നിരുന്നത്? ഗ്രീക്ക്, പേർഷ്യൻ, സംസ്കൃതം, സുറിയാനി ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വചിന്ത, ഭൂമിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അവിടെ പ്രവർത്തിച്ചു. ഇന്ത്യൻ ഗണിതശാസ്ത്ര, ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവിടെ പഠിപ്പിക്കപ്പെട്ടു. ഇതുകൊണ്ടുണ്ടായുള്ള പ്രധാന ഗുണങ്ങൾ നമ്മൾ ഇന്നറിയണം. ഒന്നാമതായി, ഗ്രീക്ക് ഭാഷയിലെ നശിച്ചു പോകുമായിരുന്ന ശാസ്ത്ര തത്വചിന്ത ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി അതൊക്കെ സംരക്ഷിച്ചു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ, പേർഷ്യൻ, ഗ്രീക്ക് വിജ്ഞാനങ്ങളെയെല്ലാം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. മൂന്നാമത്തത്,
തുടർന്നാണ് ഈ അറബി ഗ്രന്ഥങ്ങൾ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതും അതെല്ലാം യൂറോപ്പിലെ സർവകലാശാലകളിൽ പഠിപ്പിച്ചു തുടങ്ങുന്നതും. തദ്വാര യൂറോപ്പ് ലോകവിജ്ഞാനത്തിൻ്റെ നെറുകയിൽ എത്തിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പേർഷ്യയിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് മഹാകാലനെയും കൊണ്ടുള്ള കുലാഗുഖാൻ്റെ വരവ്. മംഗാളുകൾക്ക് ഏതെങ്കിലും മതത്തോട് വിരോധം ഒന്നും ഇല്ലെങ്കിലും എതിർക്കുന്നവരെ മുച്ചൂടും മുടിക്കുക എന്ന ഒരു പൊട്ട സ്വഭാവമുണ്ട്. 1258 നടന്നത്, പേർഷ്യയിൽ നടന്നത് അതാണ്. അവർ ബാഗ്ദാദ് പിടിച്ചടക്കി. അവസാന അബ്ബാസിദ് ഖലീഫയെ കൊന്നു. പിന്നെ നഗരത്തിൻ്റെ ഒരു വലിയ ഭാഗം നശിപ്പിച്ചു. അനേകം പണ്ഡിതരും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു. പല ഗ്രന്ഥശാലകളും നശിപ്പിച്ചു. പ്രത്യേകിച്ച് ഹൗസ് ഓഫ് വിസ്ഡമിന് വലിയ നാശനഷ്ടമുണ്ടായി. അവിടെ കണ്ട പുസ്തകങ്ങൾ കുറേ എടുത്ത് ടൈഗ്രീസ് നദിയിലേക്ക് എറിഞ്ഞു. മധ്യകാല സ്രോതസ്സുകൾ ഇങ്ങനെ പറയുന്നു: ടൈഗ്രീസ് നദിയിലേക്ക് ഇത്രയധികം പുസ്തകങ്ങൾ എറിഞ്ഞതുകൊണ്ട് ആ നദി മഷി കൊണ്ട് കറുത്തുപോയി. ഒരു തള്ളലാണെങ്കിലും അങ്ങനെ ഒരു പ്രസ്താവനയുണ്ട്. മംഗോളരുടെ യുദ്ധരീതി അത്യന്തം ക്രൂരമായിരുന്നു. മതം അവർക്ക് പ്രശ്നമായിരുന്നില്ല. പക്ഷേ എതിർക്കാൻ വല്ലവരും വരുന്നുണ്ടോ എന്നാണ് അവർ നോക്കുക. എതിർത്ത വലിയ നഗരങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതി അവർ പല സ്ഥലങ്ങളിലും സ്വീകരിച്ചു. ഉദാഹരണത്തിന് ബുഖാറ, സമർക്കണ്ട്, നിഷാപൂർ, മെർവ് എല്ലായിടത്തും അവർ ഇത് തന്നെ ചെയ്തു. കുലാഗുഖാനും അവൻ്റെ മഹാകാലനും അവരുടെ അതിവേഗതയുള്ള കുതിരപ്പട്ടാളത്തിനും ആരെയും തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ അറിവിനെ തോൽപ്പിക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. കുലാഗുഖാന് മാത്രമല്ല, പുരാതന ഇന്ത്യയിലെ ആര്യബ്രാഹ്മണർക്കോ റോമിലെ കത്തോലിക്ക സഭയ്ക്കോ ഈ ശക്തി ഉണ്ടായില്ല. ഇന്നത്തെ ഹമാസും ഖൊമേനിയും കൂതികളും നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നതും അറിവിൻ്റെ മുന്നിലാണ്. എന്താ കാരണം? നിങ്ങൾ അറിവിനെ നേരിട്ടാൽ അറിവ് മറ്റൊരു വഴി തേടിപ്പോകും. അറിവിന് താൽക്കാലികമായ തിരിച്ചടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാഗ്ദാദിലെ പണ്ഡിതന്മാരും വിവർത്തകരും ഗ്രന്ഥശാലകളും ചിതറിപ്പോയി. എന്നാൽ ഇതേ കുലാഗുഖാൻ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അറിവിൻ്റെ വക്താവായി അവതരിക്കുന്നതാണ് ചരിത്രം കണ്ടത്. 1258 ബാഗ്ദാദ് ആക്രമിച്ച് ഹൗസ് ഓഫ് വിസ്ഡം പോലുള്ള വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് വലിയ നാശം വരുത്തിയ അതേ കുലാഗുഖാൻ 1259 അസർബൈജാൻ പ്രവിശ്യയിലെ മരാഖയിൽ ഒരു പുതിയ ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു. മരാഖെ ഒബ്സർവേറ്ററി. അവിടെ ജ്യോതിശാസ്ത്ര ഗവേഷണം ആരംഭിച്ചു. അറിവിനെ തടഞ്ഞാൽ അത് വഴിമാറിപ്പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കുലാഗുഖാൻ തടഞ്ഞപ്പോൾ അറിവ് നേരെ ഈജിപ്തിലെ കൈറോയിലേക്ക് പോയി. അവിടുത്തെ അൽ അസർ യൂണിവേഴ്സിറ്റി ഇസ്ലാമിക ലോകത്തിൽ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായി മാറി. AD 1517 വരെയും അതങ്ങനെ തുടർന്നു. ഈ അറിവ് മറ്റൊരു വഴിക്ക് ഇസ്താംബൂളിലേക്ക് പോയി. അവിടെ 1453 മുതൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വൈദ്യശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ തുടങ്ങിയ മേഖലകളിൽ അത് ഉണർവുണ്ടാക്കി. യൂറോപ്പിലേക്ക് പോയ അറിവാണ് അവിടെ ജ്ഞാനോദയമായും പിന്നീട് കോളനി വൽക്കരണത്തിലൂടെ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായും മാറിയത്. അതുതന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പിയെയും അയ്യങ്കാളിയെയും അയ്യപ്പനെയും ഒട്ടനവധി സാമൂഹ്യ പരിഷ്കർത്താക്കളെയും സൃഷ്ടിച്ചത്. സുഹൃത്തുക്കളെ, പണ്ടത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. മംഗോളുകൾ വന്ന് അവരെ ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയാവുന്ന രീതിയിലല്ല ചരിത്രം നീങ്ങിയത്. കുലാഗുവിൻ്റെ കൊച്ചുമകനായ ഹസാൻ 1295 ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം ഇൽഖാൻ ഭരണാധികാരികൾ പൊതുവെ മുസ്ലിങ്ങളായി മാറി. ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കും പണ്ഡിതന്മാർക്കും അവർ പിന്തുണ നൽകാൻ തുടങ്ങി. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടർന്ന് 1501 വരെ ഇറാൻ ഭരിച്ച ഇസ്ലാം ഭരണാധികാരികളുടെ ലക്ഷ്യം സാമ്രാജ്യം നടത്തിപ്പോവുക എന്ന് മാത്രമായിരുന്നു. മത പോലീസിങ് അവർക്കില്ലായിരുന്നു. തീർച്ചയായും ശരീഅത്ത് കോടതികളുണ്ടായിരുന്നു. അതോടൊപ്പം മംഗോളരുടെ യാസ എന്ന നിയമങ്ങളും അവർ തന്നെ തുടർന്നു, ഒപ്പം കൊണ്ടുപോയി. 1501 ഇസ്മായിൽ അധികാരത്തിൽ എത്തിയതോടെ ആ കളിയൊക്കെ മാറി. പുള്ളി ഒരു തീവ്ര ഷിയ സൂഫി കുടുംബത്തിലെ അംഗമായിരുന്നു. അവൻ വെറും 14 വയസ്സുള്ളപ്പോൾ തുർക്കിഷ് യോദ്ധാക്കളുമായി ചേർന്നുകൊണ്ട് തബ്രിസ് വിമോചിപ്പിച്ച് സ്വയം ഷാ ആണ് എന്ന് പ്രഖ്യാപിച്ചു. അത് തിരിച്ചു പിടിക്കാൻ പേർഷ്യയിലെ ഇസ്ലാം സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല. ഈ ഇസ്മായിൽ പിന്നീട് ഓരോ ഭാഗങ്ങളായി വിമോചിപ്പിച്ച് ഇന്നത്തെ ഇറാൻ ഉൾക്കൊള്ളുന്ന ഭാഗം ഭരിക്കാൻ തുടങ്ങി. ഇസ്മായിൽ ഒരു തീവ്ര ഷിയ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പേർഷ്യയിലെ ജനങ്ങളോ അധികം പേരും സുന്നികൾ. അതൊന്നും പുള്ളി കാര്യമാക്കിയില്ല. ഇറാൻ്റെ ഔദ്യോഗിക മതമായി ഷിയ വിശ്വാസത്തെ പുള്ളി അടിച്ചേൽപ്പിച്ചു. പീഡനങ്ങളുടെ ഒരു പരമ്പരയാണ് പിന്നീട് അവിടെ നടന്നത്. ചില സുന്നി പള്ളികൾ ഷിയ ആചാരങ്ങൾക്കനുസരിച്ച് മാറ്റി. സുന്നി മതപണ്ഡിതന്മാരിൽ പലരെയും വധിച്ചു.
ജീവനും കൊണ്ട് ചിലർ ഓടി രക്ഷപ്പെട്ടു. സുന്നി മതപാഠശാലകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഷിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തി. ഷിയ ആചാരങ്ങൾ സർക്കാർ പിന്തുണയോടെ പ്രചരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ മംഗോളുകൾ ചെയ്യാത്ത പീഡനം ഈ ഒരു വിഭാഗം മുസ്ലിങ്ങൾ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങൾക്കെതിരെ അഴിച്ചുവിട്ടു. ലെബനൻ, ഇറാഖ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് ഷിയ പണ്ഡിതരെ ഇവർ കൊണ്ടുവന്നു. പുതിയ മതപാഠശാലകൾ സ്ഥാപിച്ചു. പുതിയ തലമുറയെ ഷിയ വിശ്വാസത്തിൽ വിദ്യാഭ്യാസം നൽകി. അങ്ങനെ 150 വർഷം എടുത്തു സുന്നിയെ മൊത്തം ഷിയ ആക്കി മാറ്റാൻ. അല്ലാതെ ഒരു സുന്നിയും സ്വമനസാലെ ഷിയ ആകില്ല. ഈ ചരിത്രം അറിയുന്നവരാണ് ഇന്ന് ഇറാന് ചുറ്റുമുള്ള സുന്നി ഭൂരിപക്ഷമുള്ള ഇസ്ലാം രാജ്യങ്ങൾ. അതുകൊണ്ടാണ് അവർ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നത്. ഈ ചരിത്രം അറിയാത്തവരാണ് കേരളത്തിലെ ചില സുന്നികൾ. അതുകൊണ്ടാണ് അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായി ലോകത്തിലെ ഏറ്റവും ക്രൂരനും നിഷ്ഠൂരനും സ്ത്രീവിരുദ്ധനും കൊലയാളിയുമായ കൊമേനിക്ക് വേണ്ടി കരയുന്നത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.